പ്രിയപ്പെട്ടതായിരുന്നു മോദിജി. ഇടാതെ എന്തെങ്കിലും. ഓ ഐശ്വര്യം തുടക്കം തന്നെ. ബിജെപിയുടെ അത് നമുക്കറിയാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കെ സുരേന്ദ്രൻ ഇപ്പൊ സുരേട്ടനുമായിട്ട് ഇപ്പൊ എങ്ങനെ ഒരു ബന്ധം? മിസ് ചെയ്യുന്നുണ്ടോ സുരേന്ദ്രനെ? ഒരിക്കലുമില്ല. അന്നും മിസ് ചെയ്തിട്ടില്ല. കാരണം അന്നും വലിയ ബന്ധമൊന്നുമില്ല, ഇന്നും വലിയ ബന്ധമൊന്നുമില്ല. ഒരു സ്പേസിൽ നിന്നിട്ടുള്ള ബന്ധം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ബിജെപിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്? സുരേന്ദ്രനെയും സംഘത്തെയും ചാണകവെള്ളം തളിച്ച് പുറത്ത് കടത്തിയാലേ കേരളത്തിൽ ബിജെപി രക്ഷപ്പെടൂ എന്നൊരു പ്രസ്താവന മുൻപ് നടത്തിയിട്ടുണ്ട്. അതൊരു അന്നത്തെ സാഹചര്യത്തിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനയല്ലേ. ഞാനിപ്പോൾ അതൊന്നും പഴയ കാര്യങ്ങളൊന്നും വീണ്ടും എടുത്ത് ആവർത്തിക്കുന്നില്ല. എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. എന്ത് ഈ ചാണകവെള്ളം തളിച്ച് ഒരു വിഭാഗത്തിന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നല്ലേ ചാണകവെള്ളം? അതേ ഉള്ളൂ. അപ്പോൾ ശുദ്ധീകരിക്കണമെങ്കിൽ ഹിന്ദു വിശ്വാസം അനുസരിച്ച് ചാണകവെള്ളം തെളിക്കുക എന്നൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് കറക്റ്റാണ്, പൊളിറ്റിക്കലി കറക്റ്റ് ആണല്ലോ, 100% കറക്റ്റ് ആയിട്ടുള്ള. പിന്നെ പ്രത്യേകിച്ച് ബാക്കിലേക്ക് വന്നില്ല. 2 സെന്റൻസ് സുരേന്ദ്രനെ കുറിച്ച് 2 സെന്റൻസ് ഇത്രയും അടുത്ത് നിന്ന് പ്രവർത്തിച്ചിട്ട് 2 സെന്റൻസ്. കേരള ബിജെപിയുടെ ഐശ്വര്യം. നെക്സ്റ്റ് ഫാത്തിമ തെഹ്ലിയ ഭാവി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാവ്. കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം നല്ല സുഹൃത്ത്. പ്രിയപ്പെട്ടതായിരുന്നു മോദിജി. ഇടാതെ എന്തെങ്കിലും. എനിക്ക് ED IT ഒന്നും ഭയമില്ല. അത് മാത്രം പറഞ്ഞാൽ പോരെ? മടിയിൽ കനമില്ലാത്തത് കൊണ്ട് ഭയമില്ല. അതെ. അല്ല, അത് പ്രത്യേകിച്ച് അമിത്ഷായെ കുറിച്ച് പറഞ്ഞ ഒരു എന്താ പറയുക, കൊല്ലുന്ന രാജാവിനെ തിന്നുന്ന മന്ത്രി.